വാട്ട് ഈസ് ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സീരീസ് ഓഫ് സ്ട്രഗ്ലിങ്. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ സ്ട്രഗ്ലിങ്ങിന് ഒരു റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു രസമുണ്ട്. ബിന്ദു ടീച്ചർ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് വിമർശനം അല്ലെങ്കിൽ ട്രോളുകൾ കിട്ടിയത് ടീച്ചർ ഒരു എന്താണ് നമ്മള് പുറത്തു പോകുമ്പോൾ ഏത് സ്ത്രീയും പുറത്തും അവരുടെ വീടും തലയിൽ ചുമന്നാണ് പോകുന്നത്. അത് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് അവരെ ഭയങ്കരമായിട്ട് സൈബർ അറ്റാക്ക്. പക്ഷെ അവര് പറഞ്ഞത് കാതലായിട്ട് ഒരു വിഷയം. എത്ര പ്രോഗ്രസീവ്നെസ് പറഞ്ഞാലും ഇപ്പം നജ്മ തന്നെ പറഞ്ഞു മോൻ ഉമ്മയുടെ കൂടെ സേഫ്. അവിടെ ഒരു സ്ത്രീയാണ് കുഞ്ഞിനെ കെയർ ചെയ്യാനുള്ളത്. അപ്പം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൂടുന്നതിനനുസരിച്ച് വീട്ടിൽ നിന്നുള്ള ഉത്തരവാദിത്തം നമുക്ക് കുറയൊന്നുമില്ല. ഇതെങ്ങനെയാണ് അതിനൊരു ബാലൻസ് ചെയ്തുകൊണ്ടുവന്നേ? ഇത് എപ്പോഴാണ് നമ്മുടെ തലയിൽ നിന്ന് ഒഴിവാക്കി മാറ്റം വരുമെന്ന് പ്രതീക്ഷിക്കുന്നു? ഇതെങ്ങനെയാന്ന് വെച്ചാല് ഇതൊക്കെ വളരെ സ്വാഭാവികമായി മാറുകയും ഞാൻ അതിൽ ജീവിക്കുകയും ചെയ്യും എന്നൊരു ഉട്ടോപ്യൻ തോട്ടിൽ നമ്മൾ ഇരിക്കാൻ പറ്റില്ല. നമ്മൾ നിരന്തരമായി ഇപ്പം വാട്ട് ഈസ് ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സീരീസ് ഓഫ് സ്ട്രഗ്ലിങ്. നമ്മളിങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ആ സ്ട്രഗ്ലിങ്ങിന് ഒരു റിസൾട്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു രസമുണ്ട്. ഇപ്പം നമ്മൾ ഓരോരുത്തരും വിചാരിക്കുന്നു, എനിക്ക് തോന്നുന്നു നമ്മൾ മറ്റാരും നടന്നിട്ടില്ലാത്ത വഴികളിലൂടെ നടക്കുകയാണ് എന്ന് വെച്ചാൽ ഇതുവരെ ഉണ്ടായ ഒരു ജനറേഷൻ സാമ്പ്രദായികമായി നടന്നു വന്ന രീതിയിലല്ല ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും വ്യത്യാസം ഉണ്ടാവും. പക്ഷെ ആ നടത്തത്തിനൊടുവിൽ അത് നല്ലയിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഈ പുറത്തെടുക്കുന്ന എഫേർട്ട്, പണി, പൊതുപ്രവർത്തനം ഇത് കൊണ്ടുവരുന്നൊരു പവർ, ആ പവർ വീടിനുള്ളിലെ ഒരു ഡെമോക്രസി ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ ബാധ്യതകളെ കുറക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതല്ലേ? അത് വരും. അതെങ്ങനെയാണ് വരുന്നത്? അത് നമ്മൾ അറ്റൈൻ ചെയ്യുന്ന ഒരു ബോധ്യത്തിൽ നിന്നാണ്. ആ ബോധ്യം ഏറ്റവും നന്നായി നമുക്ക് ഇമ്പാർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മറ്റൊരാൾക്ക് കൺവേ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവർ അത് അക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഭയങ്കരമായ ഒച്ചപ്പാടിലും വിപ്ലവത്തിലും വിശ്വസിക്കുന്ന ഒരാളല്ല. അത് ഡിപ്പെൻസ്. ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയുള്ള അതിനെ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി കാണുന്നു. പക്ഷെ എന്നാൽ തന്നെ ഒരു സ്ലോ റെവല്യൂഷൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ, അത് ഉണ്ടാവും എന്ന് വിചാരിക്കുന്ന ഒരാൾ, അത് നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നാൽ സ്ലോ റെവല്യൂഷൻ ഉണ്ടാവും. ആ സാധനം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് എൻ്റെ ചുറ്റിലുള്ള ഫാമിലികളിൽ അത് വളരെ നന്നായിട്ട് മനസ്സിലാവും. ഇപ്പം ഒരു 10 വർഷം മുന്നേ ചിന്തിച്ച പോലെയല്ല ഒരു ഫാമിലിയും ഇന്ന് ഫാമിലിയെക്കുറിച്ചോ കുഞ്ഞുങ്ങളെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം കല്യാണം കഴിക്കുക എന്നതിനപ്പുറത്തേക്ക് പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ആലോചിച്ചിരുന്ന പാരൻസിൻ്റെ ഒന്നാമത്തെ കുട്ടീനെ കുറിച്ച് ഇതേ ചിന്തയായിരിക്കും ആ പാരന്റിന് ഉണ്ടായിട്ടുണ്ടാവുക, രക്ഷിതാവിന്. 4ാമത്തെ കുട്ടീനെ വളർത്തുന്ന അതേ രക്ഷിതാവ് ഇന്ന് അവര് വല്ല ഹാർവേർഡിലും പോയി പഠിച്ചോട്ടെ എന്ന് പറയുന്നേക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ മാറി. ആ മാറ്റം ഉണ്ടായിട്ടുള്ളത് ഇങ്ങനെ വർക്ക് ചെയ്ത നിങ്ങളെ പോലത്തെ അല്ലെങ്കിൽ നമ്മൾ കുറേ ആൾക്കാരെ പോലത്തെ ഒരു സാഹചര്യം കൊണ്ടാണ്.